ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള വ്യൂ പോയിൻറ്റ്സിലോട്ട് ഞങ്ങൾ പോവുകയാണ്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് ടാക്സി വന്നോ നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ടി മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ആദ്യം ഇത് ടിക്കറ്റ് എടുക്കണം. ചാർജസ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ടി മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്. റിപ്പിൾ ടി മ്യൂസിയം. അപ്പം നമുക്ക് അകത്ത് പോയിട്ട് വിശേഷങ്ങൾ കാണാം. നമ്മൾ ആദ്യം വന്ന് കയറിയിട്ട് ഹിസ്റ്ററി കാണാനായിട്ട് അവർ വിളിച്ചു. ഒരു വീഡിയോ പോലെ നമ്മൾ കാണിക്കാം എന്താ സംഭവം. അപ്പോൾ അത് കഴിഞ്ഞ് ആദ്യം തന്നെ ടീ ഫാക്ടറിയിലോട്ട് പോകാനായിട്ട് പറഞ്ഞു. അവർ ടീ ഫാക്ടറി കണ്ടതിന് ശേഷം ബാക്കി കാണാം. In 1902, a monorail was installed, a rudimentary form of transport. ല്ലോ ഇനിയിപ്പോൾ അതുപോലത്തെ ഒരു സെയിലിന് വേണ്ടി ഇവരിവിടെ വെച്ചിട്ടുണ്ട്. സെയിലിന് വേണ്ടി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് കാണിച്ചു തരാവേ. ടേസ്റ്റ് ചെയ്യാനായിട്ട് എത്ര 25 രൂപ അല്ലേ? 25 രൂപയാണ് ഒരു ഏലക്ക ചായ. ഒറിജിനലാണ് ഇവിടുത്തെ തന്നെ. കൊള്ളാൻ ഞാനും കുടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. അപ്പം ഇനി ബാക്കി നമുക്ക് നോക്കാം എന്തൊക്കെയാ ഉള്ളത്.
അപ്പോൾ നമ്മൾ ടീ ഫാക്ടറി അല്ലേ ടീ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി. ഇച്ചിരി ബോറിങ് ആയോ? ഇല്ലല്ലോ, കാരണം കുറേ ഹിസ്റ്ററീസൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ടീ മ്യൂസിയത്തിൽ നിന്ന് അടുത്തായിട്ട് ലാസ്റ്റ് പോയിൻ്റായ നാഷണൽ പാർക്കിലോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ നാഷണൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുക. ടിക്കറ്റൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ഇവിടെ ഒരു ബസ്സുണ്ട്. ആ ബസ്സിൽ കയറ്റി ഞങ്ങൾ 5 കിലോമീറ്റർ ഉള്ളിലോട്ട് കൊണ്ടുപോകും. ആ ബസ്സിൽ കയറാനായിട്ട് മേളിലോട്ട് പോവാം. ഇവിടെ പുറത്തൊന്നും ഫുഡൊന്നും അലോഡല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് കളഞ്ഞിട്ട് പോകണം. ഇതാണ് കേട്ടോ ടിക്കറ്റ്. ഇതിനകത്ത് കുറേ റൂൾസും കൂടെ അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ? ഹായ്, ഞങ്ങൾക്ക് ലാസ്റ്റ് സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. ലാസ്റ്റ് സീറ്റിലിരിക്കുന്നത് കണ്ടോ പുറത്ത്. അപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകാം. വീഡിയോ കാണാം. നമ്മൾ ടോപ്പിലെത്തി. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നടക്കണമെന്ന് തോന്നുന്നു അല്ലേ? ഇതെന്താ? ഓ, എന്തോ ഇതുണ്ടോ? ഇത് കണ്ടോ ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയും താഴത്തുനിന്നാണ് വന്നത്. നടന്ന് കയറണം കുറച്ച് മേലെ വരെ. ആർക്ക് വേണേലും ഇങ്ങോട്ടേക്കൊക്കെ വരാം. എന്നുവെച്ചാൽ നടക്കാൻ ആരോഗ്യമുള്ളവർക്ക് ആർക്കും വരാം. കുറച്ച് ഭാഗം വരെ ബസ്സിൽ കൊണ്ടുവരത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നടന്ന് കയറണം. പിന്നെ അത് കഴിഞ്ഞ് ജീപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ജീപ്പ് 1-2 പോണത് കണ്ടു. സേഫാണ്, നടക്കാൻ സേഫാണ്, ഒരു പ്രശ്നമില്ല. അടിപൊളി സ്ഥലം. അതും കൂൾ. ജീപ്പ് എന്ന് വെച്ചാൽ മറ്റേ താർ പോലെ വണ്ടിയെ പോകാൻ പറ്റുള്ളൂ. മറ്റേ കാറൊന്നും വരത്തില്ല. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ തിരിച്ച് താഴെ വന്നു. അവിടെ മേലെ എന്താണെന്ന് വെച്ചാൽ കുറേ മറ്റേ നീലഗിരി വരയാടുകളില്ലേ, അത് കണ്ടു. അല്ലാണ്ട് കുറച്ച് നടക്കാം, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നുമില്ല മേലെ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ മേലെ വരെ ബസ്സിൽ പോയില്ലേ, അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറേ ഫോട്ടോസ് എടുക്കാം, അത്രേ ഉള്ളൂ.
വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, മേലെ അതാ നിങ്ങളെ കൂടുതൽ കാണിച്ച് ബോറടിപ്പിക്കാഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ റൂമിൽ വന്നിട്ട് കുറേ നേരമായി. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ബാൽക്കണി നിൽക്കുക. അപ്പോൾ ബാൽക്കണി നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഒരു ചർച്ചില്ലേ, ആ ചർച്ച് ചർച്ചിൽ എൻട്രി ഉണ്ടെന്നാണ് പറഞ്ഞത്. ചർച്ചിനുള്ളിൽ കയറ്റില്ല, ജസ്റ്റ് അതിൻ്റെ പുറത്തൊക്കെ ഒന്ന് കറങ്ങി നടക്കാം. ഇതുവഴിയൊരു സ്റ്റെപ്പ് കയറി മേളിൽ ചെല്ലണം. ഉണ്ടോ, ഈ സ്റ്റെപ്പ് കയറി മേളിൽ ചെല്ലണം. ബ്രിട്ടീഷുകാർ പണിതിട്ടതാ. ഫ്രണ്ട്സ്, ഇതാ ഞങ്ങൾ മേളിലെത്തിട്ടോ. ഇതാണ് ചർച്ച്. ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സിറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചർച്ച് ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, വിസിറ്റേഴ്സ് നോട്ട് അലൗഡ്. അപ്പം എനിക്ക് തോന്നുന്നു അകത്തോട്ട് ആരെയും കയറ്റത്തില്ല എന്ന്. ഇത്രയൊക്കെ ഉള്ളൂ. നല്ലൊരു വ്യൂ ആണ്. ഇവിടെ നിന്ന് എന്നാൽ മൂന്നാർ ടൗണ് ഫുള്ളായിട്ട് കാണാം. ഇവിടെ മേലെ നിന്ന് കണ്ടോ. വേണ്ട, മൂന്നാർ ടൗണും പിന്നെ നമ്മുടെ ബാൽക്കണി കാണാം. ഇവിടെ നിന്നത് സെക്കൻഡ് ഫ്ലോറിൽ മൂന്നാമത്തെ ബാൽക്കണിയാണ് ഞങ്ങളെ. കണ്ടോ, ഫുള്ളായിട്ട് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു പോവാം. ഇനി നാളെ ഇപ്പോൾ തിരിച്ചു പോകാനുള്ള KSRTC ബസ്സിൻ്റെ ടൈമിങ്ങും ചോദിക്കണം. അതുപോലെ തന്നെ മറ്റേ സൈറ്റ് വിസിറ്റിങ്ങിനുള്ള KSRTCയുടെ ടൈമിങ്ങും റേറ്റും എങ്ങനെയൊക്കെയാണെന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമെങ്കിൽ നമുക്കൊന്ന് നാളെ ജസ്റ്റ് ഒന്ന് പോവുകയും ചെയ്യാം. ഇതുവഴി ഒരു എൻട്രി ഉണ്ട് കേട്ടോ. ഞങ്ങൾ സ്റ്റെപ്പ് വഴി കയറി വന്നേ ഉള്ളൂ. ഇതിൻ്റെ റിയൽ എൻട്രി ഈ വഴിയാണ്. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ ഇവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡ്. ഞങ്ങളപ്പോൾ ഡീറ്റെയിൽസൊക്കെ തിരക്കിയിട്ടുണ്ട്. കറക്റ്റായിട്ട് ഞങ്ങൾ റൂമിൽ ചെന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഞങ്ങളിപ്പോൾ ഇനി രാത്രി ഡിന്നറിനുള്ള കാര്യം നോക്കുവാണ്. ഇപ്പോൾ KSRTC സ്റ്റാൻഡിലൊക്കെ പോയി വന്നു. അതിനുശേഷം ഡിന്നർ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഡിന്നർ കഴിക്കാനായിട്ട് നമ്മൾ അലിബാബ ആൻഡ് 41 ഡിഷ് എന്ന റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. നല്ല പഴയ പാട്ടൊക്കെ ഇട്ട് നല്ലൊരു ആംബിയൻസ് ആണ്. കാണാനാണ് ലൈറ്റിംഗ് ആണെങ്കിലും എല്ലാം നല്ലൊരു അടിപൊളിയൊരു ആംബിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിരിക്കുകയാണ്. വെജ് ഫ്രൈഡ് റൈസ്, പനീർ ടിക്ക മസാല, റൊട്ടി. ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ലൈമും കുടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോകുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.